മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ശർക്കരക്കിഴങ്ങ് ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് അറിയണ്ടേ? അമേരിക്കയിലാണ് കേട്ടോ. ഇതൊരു സൂപ്പർ ഫുഡ് തന്നെയാണ്. ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. പിന്നെ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോളും ഇല്ല. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ നമ്മളൊരു ക്ലാസിക് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, അതും മധുരക്കിഴങ്ങ് വെച്ച്. ഇത് വളരെ ഹെൽത്തിയും സോഫ്റ്റും ടേസ്റ്റിയാണ് കേട്ടോ. വളരെ സോഫ്റ്റാണ്. എങ്ങനെ ഫോൾഡ് ചെയ്താലും നമുക്കത് നിർത്തിയെടുക്കാം കേട്ടോ. ഒരു മധുരക്കിഴങ്ങാണ് എടുത്തത് ചപ്പാത്തിക്ക് വേണ്ടി കേട്ടോ. അപ്പം നല്ല പോലെ കഴുകി അതിൻ്റെ രണ്ട് എഡ്ജസും അറ്റങ്ങളൊക്കെ ഒന്ന് ചെറുങ്ങനെ ചെത്തിപ്പോക്കാം കേട്ടോ. എന്നിട്ടിനി ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മളൊരു കുക്കറിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിലടുപ്പിച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുക്കറിലിടണം കേട്ടോ. കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയൊന്നും വേണ്ട. ആദ്യമെല്ലാം ഷുഗറുകാർ ഇത് കഴിക്കരുത്, മധുരക്കിഴങ്ങല്ലേ അതുകൊണ്ട്. പക്ഷേ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്, അതുകൊണ്ട് അവർക്കിത് കഴിക്കാം. അപ്പോൾ ഇതാ വിസിൽ വന്നു, ശർക്കര കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റണം. വെള്ളം ഊറ്റിയിട്ട് ഒന്ന് തണിയട്ടെ കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോളും ഇല്ല. അപ്പോൾ കൊളസ്ട്രോളുകാർക്കും കഴിക്കുക. അതുപോലെ ഇതിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്, അതുകൊണ്ട് പ്രഷറുകാർക്കും ഇത് കഴിക്കുക. ഇത് ശരിക്കും ഒരു സൂപ്പർ ഫുഡ് തന്നെയാട്ടെ. ഇതിനെക്കുറിച്ച് ധാരാളം റിസർച്ച് നടക്കുന്നുണ്ട്. വേവിച്ച മധുരക്കിഴങ്ങെല്ലാം തോല് പൊളിച്ചെടുത്തു. അതിലേക്ക് ഞാനിതാ കുറച്ച് പൊടിയുപ്പ് ഇടുന്നുണ്ട്. എന്താണെന്നറിയോ, ഞാൻ വേവിക്കുമ്പോൾ പൊടിയുപ്പ് ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം, നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഇനി ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇടുന്നതിനി ഗോതമ്പ് പൊടിയാണ്. ഇത് നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം 3/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് ഏകദേശം ഒരു 1.25 കപ്പ് ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ 3/4 കപ്പ് പൊടി തന്നെ മതി അതിന്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നുകൂടി സോഫ്റ്റ് ആകും. ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് എടുത്തതാണ്. അതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ പോലെ നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട കേട്ടോ, നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടി നമ്മൾ വെറുതെ ഒന്ന് കുഴച്ചാൽ മതി. നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ചാൽ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആകും. എല്ലാം ഇപ്പോൾ ഇതാ കുഴച്ചെടുത്തു. ഇനിയിപ്പോൾ ഇത് ചെറിയ ബോൾസ് ആക്കണം നമുക്ക് ചപ്പാത്തി എത്ര സൈസ് വേണോ ആ പാകത്തിന്. ചെറിയ ചപ്പാത്തി വേണ്ടവർക്ക് ചെറിയ റോളാക്കുക, വലിയ ചപ്പാത്തി വേണ്ടവർക്ക് വലിയ റോളാക്കുക കേട്ടോ. വലിയ ബോളാക്കുക. ഇതാ ഇത്ര വലിയ ബോളായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല ബോൾസാക്കി എടുക്കട്ടെ. എല്ലാം ഇതാ ബോൾസാക്കി എടുത്തു ഞാൻ. അതിൻ്റെ മേലെ കുറച്ച് ഗോതമ്പ് പൊടി തന്നെയാണ് വിതറുന്നത്, ഒന്ന് ഒട്ടിപ്പിടിക്കണ്ട വിചാരിച്ചാണ്. ഇത് സ്റ്റിക്കൊന്നുമല്ല കേട്ടോ അത്രയൊന്നും. ഇനി നമ്മൾ ഒരു ചപ്പാത്തി പ്രസ്സറിലാണ് ഞാനിത് പരത്തുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ അരിപ്പൊടി അല്ലാത്ത ഗോതമ്പ് മാവ് വെച്ചാൽ ഇതിൻ്റെ മേലെ പറ്റുക, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ നല്ലോണം എണ്ണ എന്തെങ്കിലും തടവണം. അപ്പം ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ഷീറ്റ് എടുത്ത് ഉള്ളിൽ വെച്ചതാണ്. അതിൻ്റെ മേലെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കയ്യിൽ വെച്ച് ഒന്നുകൂടി റോൾ ചെയ്തിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നമ്മളെ പ്രസ്സറിൽ വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം പ്രസ് ചെയ്താൽ നമ്മളെ ചപ്പാത്തി പരത്തൽ അവിടെ കഴിഞ്ഞു. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് സംഭവം. ഏതാ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടി. നമുക്ക് നല്ല ഷേപ്പും കിട്ടും കേട്ടോ ഇതിൽ വെച്ച് പ്രസ് ചെയ്താൽ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്കിട്ട് ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിടുക കേട്ടോ. പെട്ടെന്ന് തിരിച്ചിടണം. എന്താ പറയുക, മുകൾ ഭാഗം ഉണങ്ങിപ്പോകരുത് അധികം. ഇനിയിപ്പോൾ വീണ്ടും തിരിച്ചിട്ട് ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്യുക കേട്ടോ. നമ്മൾ വീണ്ടും തിരിച്ചിട്ടിട്ട് പ്രസ് ചെയ്യില്ല, എന്തിനറിയാം, പോളം കെട്ടാനാണ്. അപ്പം നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിടണേ. ഇനിയിപ്പോൾ ഇതാ ഒന്നാമത്തെ ഞാൻ ചുട്ടെടുത്തു. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. ഇതപ്പോൾ ഞാൻ ചട്ടിയിലിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, പോള കെട്ടാനുള്ള സമയത്ത്
നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണം, എന്നാലേ നമുക്കിത് പോള കിട്ടുള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ പൊന്തിന്ന് വരൂലാണ്ടോ. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല ക്ലാസിക് ചപ്പാത്തി തന്നെയല്ലേ, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അധികം കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഇത് അധികം കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ മെഴുക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല, എണ്ണയോ ഒന്നും ഇതിൽ ചട്ടിയിൽ പുരട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരൈറ്റമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് അമർത്തിട്ട് അതുപോലെ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ എല്ലാം ചുട്ട് കഴിഞ്ഞു, സ്റ്റവ് ഓഫാക്കി. ഇതാ ചപ്പാത്തി നോക്കി എന്ത് സോഫ്റ്റാന്ന് അറിയാം. നമ്മളെങ്ങനെ ചുരുട്ടി കൂട്ടിയാലും അത് തിരിച്ചതുപോലെ തന്നെ വെക്കാം. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മധുരക്കിഴങ്ങിൻ്റെ സീസൺ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.